നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വയനാട് ചൂരൽമലയിൽ പുലി ഇറങ്ങി, വളർത്തുനായയെ കൊന്നു. ചേക്കാടിയിൽ കാട്ടാന ആക്രമണം, കാർ യാത്രികർക്ക് പരിക്ക്. കൈക്കൂലിയുമായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായത് ഫറോക്ക് സബ് RTO ഓഫീസിലെ അബ്ദുൾ ജലീൽ. കോവളത്ത് വലയിൽ കുരുങ്ങിയ ആമയ്ക്ക് പുതുജീവൻ, രക്ഷകരായത് സ്കൂബ പരിശീലകർ. വനമേഖലയിൽ ജോലി ചെയ്യുന്ന ആനവാച്ചർമാർക്ക് ശമ്പളമില്ല. വരുമാനം നിലച്ചിട്ട് 6 മാസം. കോതമംഗലം പുന്നേക്കാട് ഡിവിഷനിലെ താൽക്കാലിക ജീവനക്കാർക്ക് ദുരിതം. ശ്രദ്ധേയമായി കുമളിയിലെ ലെനിൻ ചിത്രം. ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലെ ചിത്രം ഒരുക്കിയത് 2800 അടി വിസ്തീർണത്തിൽ. വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. വയനാട് മേപ്പാടി ചൂരൽമലയിൽ പുലി വളർത്തുനായയെ കൊന്നു. ചൂരൽമല സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. ഇതിനിടയിൽ ചേക്കാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് പുലിയുടെ ആക്രമണമുണ്ടായത്. തോട്ടം തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ വീട്ടുകാർക്കൊപ്പം സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികൾ കാണാൻ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് നായയെ കാണാതായത്. ഇന്ന് രാവിലെ തോട്ടത്തിന് സമീപം പാതി ഭക്ഷിച്ച നിലയിൽ നായയുടെ ജഡം കണ്ടെത്തി. അപ്പം ഞങ്ങൾ പോകുമ്പോൾ പട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടിലാക്കിയിട്ട് പോകേണ്ട വരുമ്പോൾ 12-1 മണിയായി വരുമ്പോൾ പിന്നെ വന്ന് രാവിലെ മൂപ്പരാണ് വന്നിട്ട് എന്നും പട്ടീനെ നോക്കൽ വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് പുലിനെ പിടിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം മുണ്ടക്കൈ പ്രദേശത്ത് വട്ടപ്പാറ ഇബ്രാഹിമിന്റെ പോത്തിനെ പുലി കൊന്നിരുന്നു. ഒരാഴ്ച മുമ്പ് ഇബ്രാഹിമിന്റെ തന്നെ മറ്റൊരു പോത്തും പുലിയുടെ ആക്രമണത്തിൽ ചത്തിരുന്നു. മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല, കടൂർ മേഖലകളിലെല്ലാം മാസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. അതിനിടെ വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പാളക്കൊല്ലി ചാലക്കൽ ഷെൽജൻ, പോൾ എന്ന ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്ക് പോകവേ രാത്രി വനപാതയിൽ വെച്ച് കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു. ഇരുവരും ചികിത്സയിലാണ്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്ത് ആനയെ കയറ്റി വന്ന ലോറി കയറി ഇറങ്ങി ബൈക്ക് യാത്രികൻ മരിച്ചു. പള്ളിപ്പുറം സ്വദേശി നസീറാണ് മരിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് കൊല്ലത്തേക്ക് ആനയെ കയറ്റിപ്പോയ ലോറി നസീർ ഓടിച്ചിരുന്ന ബൈക്കിൽ തട്ടി. നസീർ ലോറിക്കടിയിൽ പെടുകയായിരുന്നു. കഴക്കൂട്ടത്ത് ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന സ്ഥലത്താണ് അപകടം നടന്നത്. കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. കോവളത്ത് വലയിൽ കുരുങ്ങിയ ഒലിവ് റിഡ്ലി ആമയെ രക്ഷപ്പെടുത്തി. ഗ്രോവ് ബീച്ചിൽ നീന്തൽ പരിശീലനത്തിനെത്തിയ സ്കൂബ പരിശീലകരാണ് വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിലുള്ള ആമയെ കണ്ടെത്തിയത്. ഏതാനും ദിവസങ്ങൾ വലയിൽ കുരുങ്ങി കിടന്നതായാണ് നിഗമനം. പ്രദേശവാസികളും വിദേശികളായ വിനോദസഞ്ചാരികളും ചേർന്ന് വലമുറിച്ച് ആമയെ കടലിലേക്ക് തിരിച്ചയച്ചു. 25 കിലോ ഭാരം വരുന്ന ആമ താരതമ്യേന പ്രായം കുറഞ്ഞതാണ്. വലയിൽ കൊഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ കാണാൻ പറ്റിയത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായി. കോഴിക്കോട് ഫറോക്ക് സബ് RTO ഓഫീസിലെ MVI അബ്ദുൾ ജലീലാണ് അറസ്റ്റിലായത്. അഴിഞ്ഞിലത്തെ വീട്ടിൽ വെച്ച് 10,000 രൂപയുമായാണ് ജലീൽ പിടിയിലായുള്ളത്. ഫറോക്കിലെ ഒരു വാഹന പുകപരിശോധന കേന്ദ്രത്തിന്റെ ലോഗിൻ ID ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട കൈക്കൂലി തുക വാങ്ങിയതിനാണ് അറസ്റ്റിലായത്. മതസൗഹാർദ്ദം മാതൃകയായി കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. നിരവധി പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ ഉത്സവത്തിന്. വടക്കൻ മലബാറിലെ പ്രശസ്തമായ ഓർക്കാട്ടേരി ചന്തയും ക്ഷേത്രോത്സവവും വേറിട്ട കാഴ്ചയാണ്. ഏറാമല പഞ്ചായത്തിലെ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ചാർത്താനുള്ള കാച്ചുമുണ്ട സമർപ്പണത്തോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഭഗവതിക്കുള്ള കാച്ചുമുണ്ട് നൽകുന്നത് ഓർക്കാട്ടേരിയിലെ മുസ്ലിം തറവാട്ടിൽ നിന്നാണ്. പതിവ് പോലെ ഇത്തവണയും മാവുള്ളത്തിൽ തറവാട്ട് പ്രതിനിധിയായ അബ്ദുള്ള ദേവിക്ക് ചാർത്താനുള്ള കാച്ചുമുണ്ട് നൽകിയതോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത്. ഓർക്കാട്ടേരി ശിവക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന് ഉപ്പാൻ്റെ ഉമ്മ പാത്തുമ്മയാണ് ഈ മുണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം അവർക്ക് ആളുശേഷം ഒപ്പ കൊടുക്കുകയും അതിനുശേഷം 22 കൊല്ലമായി
ഞാനാണ് കൊടുക്കുന്നത്. ഈ മുണ്ട് കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. കാച്ചിമുണ്ടിന് പിന്നിലുമുണ്ട് മതസൗഹാർദ്ദത്തിന്റെ നിറമുള്ള കഥ. കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഭഗവതി പുതുകുളങ്ങര എന്ന സ്ഥലത്ത് കായക്കൊടി മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ എന്ന സ്ത്രീക്ക് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കായി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം നൽകിയെന്നാണ് കരുതുന്നത്. ഇതിനു പകരമായി ഉത്സവകാലത്ത് ദേവിക്ക് ചാർത്താൻ കാച്ചിമുണ്ട് നൽകണമെന്നായിരുന്നു ആവശ്യം. നീരാട്ട് കഴിഞ്ഞ് മറുതുണിയില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ സമീപത്തുള്ള കായക്കൊടി തറവാട്ടിലുള്ള ഒരു പാത്തുമ്മ എന്ന സ്ത്രീ കാണുകയും അവർ മറുതുണിയില്ലാതെ നിൽക്കുന്ന ഈ സ്ത്രീക്ക് താൻ ഉപയോഗിക്കുന്ന കാച്ചിമുണ്ട് നൽകുകയും ചെയ്തു. ദേവി വിശ്വരൂപം കാണിക്കുകയും ഉമ്മയ്ക്ക് ദർശനം നൽകുകയും ചെയ്തു. പ്രത്യുപകാരം എന്ന നിലയിൽ ഓർക്കാട്ടേരിയിൽ ഒരു മുസ്ലിം പള്ളി പണിയാനും എൻ്റെ ആഘോഷവേളയിൽ ഈ പ്രതീകമെന്നുള്ള നിലയിൽ കാച്ചിമുണ്ട് എനിക്ക് സമർപ്പിക്കണമെന്നും അരുളപ്പാടുണ്ടായി. കായക്കൊടി മുസ്ലിം തറവാട്ടിൽ നിന്നാണ് വർഷാവർഷം ഭഗവതിക്കുള്ള പട്ട് കൊണ്ടുവരുന്നത്. ഈ ആചാരം ഇന്നും തുടരുന്നു. ഉത്സവം കൊടിയേറുന്ന ദിവസം തന്നെയാണ് ഓർക്കാട്ടേരി ചന്തയ്ക്കും തുടക്കമാകുന്നത്. മതസാഹോദര്യത്തോടൊപ്പം ഒരു ജനത ഒറ്റ മനസ്സോടെ പങ്കെടുക്കുന്ന മലബാറിലെ പ്രധാന ആഘോഷ പരിപാടി കൂടിയാണ് ഓർക്കാട്ടേരി ചന്ത. ന്യൂസ് 18 ഓർക്കാട്ടേരി. തൊടുപുഴ വെങ്ങല്ലൂരിൽ വീണ്ടും KSEBയുടെ കൊള്ള. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഈ മാസം 56,000 രൂപയുടെ ബില്ലാണ്. മീറ്റർ റീഡിംഗ് എടുക്കാനെത്തിയവർക്ക് സംഭവിച്ച പിഴവ് ഇതുവരെ പരിഹരിക്കാത്തതാണ് അമിത ബില്ലിന്റെ കാരണം. ഒരു മാസം മുൻപാണ് തൊടുപുഴ വെങ്ങല്ലൂർ ഭാഗങ്ങളിലുള്ള 300ഓളം വീട്ടുകാർക്ക് ഉയർന്ന വൈദ്യുതി ചാർജ് വന്നത്. 2,000 രൂപയുടെ സ്ഥാനത്ത് ലഭിച്ചത് 60,000 രൂപയുടെ ബില്ല്. KSEBക്ക് സംഭവിച്ച പിഴവാണെങ്കിലും 24 തവണകളായി ബില്ല് അടച്ചു തീർക്കാമെന്ന് ചർച്ചയിൽ തീരുമാനമായി. പലിശരഹിതമായിരിക്കുമെന്നും KSEB അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ 3-ാം വാർഡ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡിലെ എല്ലാ വീട്ടുകാരുടെയും മീറ്റർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഫീസ് അടയ്ക്കാത്തവരുടെ വീട്ടിൽ വന്നവർ മീറ്റർ ഊരിക്കൊണ്ടുപോയി അവരെ കൊണ്ട് പൈസ അടപ്പിച്ചു. അപ്പം ഇത് ബോർഡ് അറിഞ്ഞു വെച്ചിട്ട് ഇത് ഒരു എൻക്വയറി നടക്കുകയാണെങ്കിൽ ആസ് എ കൺസ്യൂമർ ഞങ്ങൾക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങളോട് അത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നും മീറ്ററിന്റെ പൈസ ഈടാക്കി മീറ്റർ ചെക്ക് ചെയ്യുന്നതിന്. വീണ്ടും അമിത ബില്ലുകൾ വരില്ലെന്ന് ഉറപ്പ് പാഴായി. തൊടുപുഴ നഗരസഭ വെങ്ങല്ലൂർ 3-ാം വാർഡിലെ താമസക്കാരനായ ബാബു ജോസഫിന് ഈ മാസം ലഭിച്ചത് 56,000 രൂപയുടെ ബില്ലാണ്. ചുമ്മാ ഒരു വലിയ തുക വന്നിട്ട് അടച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? എവിടെ നിന്ന് അടയ്ക്കാറുണ്ട്? ഒരു അടിസ്ഥാനമില്ലാത്ത എങ്ങനെ ഇത് ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടായെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പം ഇന്നലെ ഇവനോടെ പോയില്ലെങ്കിൽ ബില്ല് ഇവിടെ ഇപ്പോഴും എത്തിയല്ല. ഡിസ്കണക്ഷൻ ഡേറ്റിൻ്റെക്കില്ല പിന്നെ തരുന്നതിന്. ഡിസ്കണക്ഷൻ 9-ാം തീയതിക്ക് വെച്ചിരിക്കുന്നതാണ് 9 KSEBയുടെ തെറ്റിന് ഉപഭോക്താക്കളെ പിഴിയാനാണ് നീക്കം. വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാര്യം അറിയിച്ചെങ്കിലും തുക അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഉരുമ്പെന്ന നിലപാടിലാണ് KSEB. ഇതുവരെ ഉണ്ടായ അവരുടെ കുഴപ്പങ്ങൾ മുഴുവൻ അവരെ ഏറ്റെടുത്തു. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്, റീഡിങ്ങിൽ വന്ന പിഴവാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. ഇനി അത് തുടർന്ന് മുമ്പോട്ട് പോകുമ്പം നിങ്ങൾക്കിത് തവണകളാക്കി തരാം. അത് 24 തവണകളാക്കി തരാമെന്നും അത് 2 വർഷം കൊണ്ട് അടച്ചാൽ മതിയെന്നും പിന്നെ ഇതിന് 1 രൂപ പോലും പലിശ ഈടാക്കില്ല എന്നും ഞങ്ങൾക്ക് അവിടെ വെച്ച് ഉറപ്പ് നൽകിയത്. അത് കൗൺസിലർ എന്നല്ല, ഞാനും മുനിസിപ്പൽ ചെയർമാനും ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് അവിടെ വെച്ച് പറഞ്ഞതാണ്. 1 രൂപ പോലും പലിശ ഈടാക്കില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇവർ ഇത് പൈസ അടയ്ക്കാൻ ചെന്നപ്പോൾ 12% വെച്ചുള്ള പലിശ കാൽക്കുലേറ്റ് ചെയ്ത് ഇവരോട് അടയ്ക്കാൻ പറയുകയാണ്. ഒരു ഗഡു അടച്ച് പലരെയും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പിന്നെയും ഇത് അടപ്പിക്കുന്നത്. അടയ്ക്കാതിരുന്ന ആളുടെ വന്ന് അവർ ഫ്യൂസ് വന്ന് കട്ട് ചെയ്യുകയും ചെയ്തു. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. 30-ാം തീയതി വരെ ഫ്യൂസ് കട്ട് ചെയ്യരുതെന്ന കോടതി ഉത്തരവ് KSEB ജീവനക്കാർ പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കോതമംഗലത്ത് നടന്ന നാഷണൽ ലെവൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എക്സ്പോ ശ്രദ്ധേയമായി. പുതുപ്പാടി മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു എക്സ്പോ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, സ്റ്റാർട്ടപ്പുകൾ, IT കമ്പനികൾ എന്നിവർ എക്സ്പോയിൽ പങ്കെടുത്തു. 20ഓളം നൂതന ആശയങ്ങളുള്ള റോബോട്ടിക്സ് പ്രോജക്റ്റുകൾ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്നായി അധ്യാപകരും AI റോബോട്ടിക്സ് എക്സ്പോയിൽ പങ്കെടുത്തു. അജയ് ബേബി വർഗീസ്, എൽദോസ് PU, നീതു മാത്യു നിജോ എന്നിവർ നേതൃത്വം നൽകി. റോബോട്ടിക്സ് എക്സ്പോയിൽ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഗോകാർട്ട് റേസിംഗ് കാർ ശ്രദ്ധേയമായി.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 30ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഗോകാർട്ട് നിർമ്മിച്ചത്. ദേശീയതലത്തിൽ നടക്കുന്ന കാർട്ടിംഗ് റേസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗോകാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാലിയൻസ് എന്നാണ് വിദ്യാർത്ഥികൾ കാറിന് പേര് നൽകിയത്. ഞങ്ങൾ കോളേജിൽ തന്നെയാണ് ഫുള്ള് പണിതേക്കുന്നത്. ഒരു ഹോണ്ട എക്സ്ട്രീം 160 എന്ന് പറഞ്ഞ ബൈക്കിന്റെ എഞ്ചിൻ വെച്ചാണ് കാർട്ട് പണിതേക്കുന്നത്. ബാക്കി എല്ലാ പാർട്സും ഗോകാർട്ടിന് ഉപയോഗിക്കുന്ന ടയറുകളും സ്പ്രോക്കറ്റും ഒക്കെയാണ്. ചാസി ഫുള്ള് ഞങ്ങൾ കോളേജിൽ നിന്ന് തന്നെ പണിതിറക്കിയതാണ്. AI റോബോട്ടിക്സ് മേഖലയിൽ നൂതന ആശയങ്ങൾ പഠിക്കാൻ ഈ എക്സ്പോ പ്രയോജനപ്പെടുമെന്ന് അധ്യാപകൻ എൽദോസ് PU പറഞ്ഞു. ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് മേഖലയിലെ നൂതന ആശയങ്ങളെല്ലാം തന്നെ ഇവിടെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ പ്രദർശന വശം നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയ അറിവുകളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും ഇത് ഉപകാരപ്പെടുന്നു. ന്യൂസ് 18 കോതമംഗലം. ജീവൻ പണയം വെച്ച് വനമേഖലയിൽ പണിയെടുക്കുന്ന ആനവാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 6 മാസമായി. കോതമംഗലം പുന്നേക്കാട് സെഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചർമാർക്കാണ് ഈ ഗതികേട്. 5 വർഷമായി കീരാമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പുന്നേക്കാട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. പരാതികൾ വർദ്ധിച്ചതോടെയാണ് പുന്നേക്കാട് സെഷൻ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ 6 വാച്ചർമാരെ നിയമിച്ചത്. നിയമനം ലഭിച്ച ആദ്യ നാളുകളിൽ കൃത്യമായ ശമ്പളം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് തുകയിൽ കുറവ് വരികയും ഉള്ള കാശ് ലഭിക്കാൻ കാലതാമസം നേരിടുകയും ചെയ്തു. ജീവൻ പണയം വെച്ചാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇവർ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത്. പെരിയാറ് കടന്നെത്തുന്ന ആനകളെ തുരത്താൻ പടക്കവുമായി വാച്ചർമാർ വനാതിർത്തികളിൽ സദാ ജാഗരൂകരാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ചിലപ്പോൾ ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ തമ്പടിക്കാറുണ്ട്. ഇവയെ വനപാലകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ കാട്ടിലേക്ക് കയറ്റി വിടുന്നതുവരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആന വാച്ചർമാർ ജോലി ചെയ്യേണ്ടി വരും. ജീവൻ പണയം വെച്ച് രാവും പകലും ജോലി ചെയ്യുന്ന തങ്ങൾക്ക് ശമ്പളം നൽകണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആന വാച്ചർ ജോളി ഐസക് ആവശ്യപ്പെടുന്നു. തികച്ചും അവരെ ഞങ്ങളെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും അധികം രാവും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഒരു മാസം 12 ദിവസത്തെ വേതനം മാത്രമാണ് എഴുതി തരുന്നത്. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഈ ശമ്പളം ലഭിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതയോടുകൂടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വനംവകുപ്പ് അവഗണന തുടർന്നാൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കീരാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇവർ ഈ പണി ഉപേക്ഷിക്കുമെന്ന് പറയുന്നത്. ഈ പണി ഉപേക്ഷിച്ചാൽ ഒരു സംശയമല്ല, രാത്രി കാലങ്ങളിൽ ഇവിടെ നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, ആനകളൊക്കെ വരും, ഫോറസ്റ്റുകാരൊക്കെ അവിടെ വീട്ടിൽ കിടന്നുറങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനുള്ള ഒരു പൈസ കൊടുക്കുന്നുള്ള കാര്യത്തിൽ, ശമ്പളം കൃത്യമായി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലും പുറകോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഈ പാവപ്പെട്ട രാത്രി ആന വാച്ചേഴ്സിന് ശമ്പളം അവർ കൃത്യമായി കൊടുക്കണം. പൊതുജനങ്ങളുടെയൊക്കെ ധാരാളം സഹകരണം, രാത്രി പൊതുജനങ്ങൾ 10-30 ആളുകൾ രാത്രി ഉറക്കമളച്ച് ഇതിന് പുറകെ നടന്നാണ് ഇവർ സേവിക്കുന്നത്. അതുകൊണ്ട് വനംവകുപ്പൊന്നും കാണാതെ പോയി എന്ന് മനസ്സിലാക്കരുത്. അവർ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് 18 കോതമംഗലം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇത് നിങ്ങളുടെ